ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിൽ ഇന്ന് ലോക്സഭയിൽ. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 5 ദിവസത്തെ ആന്ധ്രാപ്രദേശ് തെലങ്കാന സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരട്ട നികുതി ഒഴിവാക്കുന്നതും സാമ്പത്തിക തട്ടിപ്പ് തടയുന്നതും ഉൾപ്പെടെ നിരവധി കരാറുകളിൽ ഇന്ത്യയും ശ്രീലങ്കയും ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കണ്ണൂരിൽ ഒരാൾക്ക് എംപോക്സ് രോഗം സ്ഥിരീകരിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടരുന്നു. ലോക്സഭയിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിൽ ഇന്ന് അവതരിപ്പിക്കും. ഭരണഘടനയുടെ 129ാം ഭേദഗതി പ്രകാരം കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിക്കുന്നത്. ബിൽ സംബന്ധിച്ച ഉന്നതതല സമിതിയുടെ ശുപാർശകൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിദഗ്ധർ എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ശുപാർശകൾ തയ്യാറാക്കിയത്. ബിൽ നിയമമാകുന്നതോടെ 2 ഘട്ടങ്ങളായിരിക്കും നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തും. പൊതു തെരഞ്ഞെടുപ്പിന് 100 ദിവസങ്ങൾക്ക് ശേഷം 2ാം ഘട്ടത്തിലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക. ലോക്സഭാ നടപടികളിൽ പങ്കെടുക്കണമെന്ന് അംഗങ്ങൾക്ക് ബിജെപി വിപ്പ് നൽകിയിട്ടുണ്ട്. ലോക്സഭയിൽ കേന്ദ്ര ഭരണ പ്രദേശ ഭേദഗതി ബില്ലും ഇന്ന് അവതരിപ്പിക്കും. അതേസമയം ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 2 ദിവസത്തെ പ്രത്യേക ചർച്ച രാജ്യസഭയിൽ ഇന്നും തുടരും. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 5 ദിവസത്തെ ആന്ധ്രാപ്രദേശ് തെലങ്കാന സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആന്ധ്രാപ്രദേശിൽ എയിംസ് മംഗളഗിരിയിലെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. സെക്കന്ദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിൽ വിവിധ സംരംഭങ്ങളുടെ തറക്കല്ലിടൽ നിർവഹിക്കുന്ന രാഷ്ട്രപതി കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റിന് പ്രസിഡന്റ്സ് കളേഴ്സ് ബഹുമതി സമ്മാനിക്കും. ഇരട്ട നികുതി ഒഴിവാക്കുന്നതും സാമ്പത്തിക തട്ടിപ്പ് തടയുന്നതും ഉൾപ്പെടെ നിരവധി കരാറുകളിൽ ഇന്ത്യയും ശ്രീലങ്കയും ധാരണയായി. വിശദാംശങ്ങളിലേക്ക്. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് ധാരണാപത്രങ്ങൾ കൈമാറിയത്. ശ്രീലങ്കയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനുള്ള ധാരണാപത്രവും ഇതിൽ ഉൾപ്പെടുന്നു. $14.9 ദശലക്ഷം സഹായം നൽകുന്ന മഹോ അനുരാധപുര പദ്ധതിയുടെ പ്രഖ്യാപനവും നടന്നു. ജാഫ്ന സർവകലാശാല, ഈസ്റ്റേൺ സർവകലാശാല തുടങ്ങിയവയിലെ 100 വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം സാമ്പത്തിക സഹായം അനുവദിക്കാനുള്ള പദ്ധതിക്കും ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാർഗം സംബന്ധിച്ച് ചർച്ച നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ശ്രീലങ്കയ്ക്ക് ഇന്ത്യ സാമ്പത്തിക പിന്തുണയായി $5 ബില്യൺ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ശ്രീലങ്കൻ അതിർത്തികൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് ഉറപ്പു നൽകി. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ശ്രീലങ്ക കടന്നുപോയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടാൻ ഇന്ത്യ മികച്ച പിന്തുണയാണ് നൽകിയതെന്നും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രപതി ദ്രൌപതി മുർമു ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിൽ വിരുന്നൊരുക്കി. ഇന്നലെ വൈകുന്നേരം രാഷ്ട്രപതി ഭവനിലെത്തിയ ശ്രീലങ്കൻ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അയൽപക്കം ആദ്യം എന്ന ഇന്ത്യയുടെ നയത്തിന്റെയും സാഗർ ദർശനത്തിന്റെയും പ്രധാന ഭാഗമാണ് ശ്രീലങ്കയെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. വിശ്വസനീയ പങ്കാളി എന്ന നിലയിൽ ശ്രീലങ്കയുടെ സുസ്ഥിര സാമ്പത്തിക വികസനത്തിനായുള്ള ശ്രമങ്ങളെ ഇന്ത്യ തുടർന്നും പിന്തുണയ്ക്കുമെന്നും രാഷ്ട്രപതി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാൻ സന്ദർശിക്കും. രാജസ്ഥാൻ സർക്കാർ 1 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് ജയ്പൂരിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഊർജ്ജം, റോഡ്, റെയിൽവേ, ജലം എന്നിവയുമായി ബന്ധപ്പെട്ട 46,300 കോടി രൂപയുടെ 24 പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. തുടർന്ന് ഒരു പൊതുയോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജസ്ഥാൻ, മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. ഛത്തീസ്ഗഡിലെ ഇടതുപക്ഷ തീവ്രവാദം സംബന്ധിച്ച നിലവിലെ സാഹചര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ റായ്പൂരിൽ വിലയിരുത്തി. 2026 മാർച്ചോടെ എല്ലാ സേനകളുടെയും സുരക്ഷാ ഏജൻസികളുടെയും സഹകരണത്തോടെ ഇടതുപക്ഷ തീവ്രവാദം തുടച്ചു നീക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നക്സലിസം പൂർണ്ണമായി ഇല്ലാതാക്കാൻ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ആഗോളതലത്തിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലും കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് സർക്കാർ യൂറിയ നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഇന്നലെ ന്യൂഡൽഹിയിൽ ഇലക്ട്രോണിക് നെഗോഷ്യബിൾ വെയർഹൌസ് രസീതുകൾ അടിസ്ഥാനമാക്കിയുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിന്റെ ലോഞ്ചിംഗ് വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർ വിൽപ്പനയിൽ നേരിടുന്ന ദുരിതങ്ങൾ പരമാവധി കുറയ്ക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ ജോഷി പറഞ്ഞു.
ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വായു ഗുണനിലവാരം മോശം അവസ്ഥയിൽ തുടരുന്നതിനാൽ എല്ലാ പ്രൈമറി സ്കൂളുകളുടെയും പ്രവർത്തനം ഹൈബ്രിഡ് മോഡിലേക്ക് മാറ്റി. ഡൽഹി സർക്കാരിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ ഡയറക്ടറേറ്റാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ 5ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിൽ സാധ്യമാകുന്നിടത്തെല്ലാം ഓൺലൈൻ പ്രവർത്തന രീതി നടത്താൻ സ്കൂളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിറിയയിലെ അട്ടിമറിക്ക് ശേഷം ആദ്യമായി പ്രതികരിച്ച് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബാഷർ അൽ അസദ് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് താൻ സിറിയ വിട്ടതെന്ന തരത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ അസദ് നിഷേധിച്ചു. എന്നാൽ റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ റഷ്യ തന്നെ ഒഴിപ്പിക്കുകയായിരുന്നുവെന്നും അസദ് വ്യക്തമാക്കി. സിറിയൻ പ്രസിഡൻസിയുടെ ടെലഗ്രാം ചാനലിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മാഹിയിലെത്തും. രാവിലെ മാഹി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പുതുതായി സജ്ജീകരിച്ച 10 കിടക്കകളോടുകൂടിയ ICU അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അദ്ദേഹം വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. നാളെ രാവിലെ മാഹി മെഗാ ബീച്ച് ക്ലീനിംഗ് പരിപാടിയും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 5ാം ദിവസമായ ഇന്ന് 67 സിനിമകൾ പ്രദർശനത്തിനെത്തും. രാജ്യാന്തര മത്സര വിഭാഗത്തിൽ 7 ചിത്രങ്ങളും ലോക സിനിമാ വിഭാഗത്തിൽ 23 ചിത്രങ്ങളും ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ 7 ചിത്രങ്ങളും മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ 4 ചിത്രങ്ങളും അടക്കം സിനിമകളുടെ നീണ്ട നിര തന്നെ ചലച്ചിത്ര പ്രേമികൾക്ക് മുന്നിലെത്തും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് ദ്വീപ് പ്രദേശമായ മയോട്ടിൽ ആഞ്ഞുവീശിയ ജിഡോ ചുഴലിക്കാറ്റിൽ 100ലേറെ പേർ മരിച്ചതായി റിപ്പോർട്ട്. വ്യാപകമായ നാശം വിതച്ച ചുഴലിക്കാറ്റിൽ 20 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതെങ്കിലും മരണം 100 കടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ദുരന്ത സംഭവം കണക്കിലെടുത്ത് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് അറിയിച്ചു. അടുത്ത 2 ദിവസങ്ങളിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശിന്റെ തീരദേശം, റായൽസീമ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്നാണ് മഴ മുന്നറിയിപ്പ്. കണ്ണൂരിൽ ഒരാൾക്ക് എംപോക്സ് സ്ഥിരീകരിച്ചു. അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തിയ വയനാട് സ്വദേശിയായ 24-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഇദ്ദേഹത്തെ പരിചരിക്കാനായി ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും അടങ്ങിയ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്നെത്തിയ തലശ്ശേരി സ്വദേശിയെയും എംപോക്സ് ലക്ഷണത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. NCERT പ്രസിദ്ധീകരണങ്ങൾ രാജ്യമെമ്പാടും ലഭ്യമാക്കുന്നതിന് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുമായി NCERT ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലഭ്യമാക്കുന്ന ഈ പഠന സാമഗ്രികൾ വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമായിരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. NCERT भारत की स्कूली बच्चों को जो किताब लगती है उस किताब की इंचार्ज ऑर्गेनाइजेशन है. आजकल आधुनिक तरीके से जिस प्रकार की किताब पहुंचती है, स्पीकिंग बुक की कल्पना की जा रही है, उसमें वीडियोग्राफी की कल्पना की जा रही है, एनिमेशन है, गेमिंग है. ये सारे काम के लिए डिजिटल वर्ल्ड और हमारी ट्रेडिशनल बुक प्रिंटिंग वर्ल्ड को जुड़वाना पड़ेगा. NCERT is the right platform to integrate both the aspects for the students. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് രാത്രി 7-ന് നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഞായറാഴ്ച നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ 49 റൺസിന് വിജയിച്ചിരുന്നു. 3 മത്സരങ്ങളുടെ പരമ്പരയിലെ അവസാന മത്സരം വ്യാഴാഴ്ച നടക്കും. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഫൈനൽ റൌണ്ട് മത്സരങ്ങളിൽ കേരളം ഇന്നിറങ്ങും. മേഘാലയയുമായാണ് കേരളം ഏറ്റുമുട്ടുന്നത്. ഹൈദരാബാദിൽ രാത്രി 7:30-നാണ് മത്സരം. ഏഷ്യ കപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഏതൊരു സാഹചര്യവും നേരിടാനുള്ള ടീമിന്റെ മനഃശക്തിയെയും നിശ്ചയദാർഢ്യത്തെയും അദ്ദേഹം പ്രശംസിച്ചു. നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന അടുത്ത തലമുറ മിസൈൽ കപ്പലിന്റെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങ് കൊച്ചി കപ്പൽശാലയിൽ നടന്നു. അതിവേഗം കുതിക്കാൻ കഴിയുന്ന സർഫസ് ടു സർഫസ് മിസൈലുകളും ആന്റി മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങളും ഫയർ കൺട്രോൾ റഡാറുകളും മറ്റുമടങ്ങുന്ന കപ്പലുകളാണ് നാവികസേനയ്ക്കായി നിർമ്മിക്കുന്നത്. കോതമംഗലം കുട്ടമ്പുഴ ഉരുളൻതണ്ണിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ക്ണാച്ചേരി കോടിയാട്ട് എൽദോസാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിൽ ഇന്ന് ലോക്സഭയിൽ. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 5 ദിവസത്തെ ആന്ധ്രാപ്രദേശ് തെലങ്കാന സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരട്ട നികുതി ഒഴിവാക്കുന്നതും സാമ്പത്തിക തട്ടിപ്പ് തടയുന്നതും ഉൾപ്പെടെ നിരവധി കരാറുകളിൽ ഇന്ത്യയും ശ്രീലങ്കയും ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കണ്ണൂരിൽ ഒരാൾക്ക് എംപോക്സ് രോഗം സ്ഥിരീകരിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.